ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 50 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാർ ഹൈക്കോടതിയിൽ. 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നും സർക്കാർ വ്യക്തമാക്കി. റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന് നടി രഞ്ജിനി ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തവർക്കടക്കം ചൂഷണം സംബന്ധിച്ച പരാതികൾ നോഡൽ ഓഫീസറെ അറിയിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, സർക്കാർ കോടതിയെ അറിയിക്കുന്നതെന്ത്, കോടതി ചൂണ്ടിക്കാട്ടുന്നതെന്ത്, രഞ്ജിനിയുടെ ആവശ്യങ്ങൾ, വിശദാംശങ്ങൾ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് റീജിത്ത് ഇതുവരെ 50 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകിയെന്നും സർക്കാർ പറയുന്നു. സാക്ഷികൾക്ക് ഭീഷണിയുണ്ടെങ്കിൽ നോഡൽ ഓഫീസർ നടപടിയെടുക്കണമെന്ന് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കി. അതായത് സാക്ഷികൾക്ക് ചില ഭീഷണികളുണ്ട് എന്ന പരാമർശം കോടതിയിൽ വന്നപ്പോഴാണ് ഈ നിലപാടെടുത്തത്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാത്തവർക്കും SITക്ക് മുമ്പാകെ പരാതി നൽകാം എന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു. പുതിയ പരാതികൾ നോഡൽ ഓഫീസർക്ക് മുന്നിൽ ജനുവരി 31 വരെ നൽകാം എന്നാണ് ഒരു അന്തിമ കാലാവധി, ഒരു തീയതി ഹൈക്കോടതി നിശ്ചയിച്ചത്. പരാതി നൽകിയവരെ അവർ ഉൾപ്പെട്ട സംഘടനകളിൽ നിന്നും പുറത്താക്കുന്നു എന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ സംഘടന ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പുറത്താക്കൽ നോട്ടീസ് ലഭിച്ചവർക്ക് കോടതിയെ സമീപിക്കാം, തങ്ങൾ ഇടപെട്ടുകൊള്ളാം എന്ന് ഹൈക്കോടതി അതിന് മറുപടിയും നൽകിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടനി കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് ഇത് ഉറപ്പാക്കുന്നത്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.